എനിക്ക് ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? അങ്ങനെ കാത്തിരുന്ന് എൻ്റെ കല്യാണം എത്തി. 25/5/2025 വെളുപ്പിന് 3 മണിക്ക് നമ്മൾ റെഡി ആവാനായിട്ട് പോയേക്കുവാണ്. സോ എൻ്റെ മുന്നേ ഒരുക്കിയിട്ടുണ്ടായിരുന്ന റൂബിയാൻ്റെ തന്നെയാണ് ഇത്തവണ ഒരുക്കുന്നത്. നമ്മുടെ മധുരം വെപ്പും എൻഗേജ്മെൻറ്റ് ലുക്കും എല്ലാം ആൻറ്റിയുടെ ആയിരുന്നു. കൂടെ എൻ്റെ ഫ്രണ്ട് എമിയും റൂബിയാൻ്റെ മോളൊക്കെ ഉണ്ട് നമ്മളെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ പാതി വഴിക്ക് നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു. തൽക്കാലത്തേക്ക് ഒരു പഴം കഴിച്ച് നമ്മൾ വിശപ്പടക്കി. ഇതാണ് നമ്മുടെ അട്ടയർ. സോ ഞാൻ മുടി അയൺ ചെയ്തിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ അമ്മ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ സെറ്റിങ്ങിന് ഇരുന്നു. അപ്പോഴേക്കും അലിക്കുട്ടി ഇതാ റെഡിയായി വന്നു. എന്നെക്കാളും മുന്നേ അലിക്കുട്ടി റെഡിയായി. നമ്മളെല്ലാ ഫാമിലി മെമ്പേഴ്സിനേക്കാളും മുന്നേ അലിക്കുട്ടി റെഡിയായി. അലിക്കുട്ടി ഇനി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ കസിൻസ് ആയിട്ടുള്ള മിന്നും ഇതിനൊക്കെ ആയിരുന്നു. അവർ സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സോ അപ്പോൾ അവർ അലിക്കുട്ടീനെ ആദ്യമേ ഒരുക്കിയിരുത്തി. സോ കുറേ നേരം വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് കൊച്ചതിനോടൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എന്ത് ഭംഗിയാണല്ലേ സുന്ദരീനെ കാണാൻ. അപ്പോഴേക്കും എൻ്റെ അടുത്ത വിശപ്പിൻ്റെ വിളിയെത്തി. കണ്ടോ, വലിയ പണക്കാരാണെന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ ഭയങ്കരം തന്നെ. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുന്റെ അടുത്ത കളി. നിങ്ങൾ തിന്നണ അത്ര ചോറൊന്നും ഞാൻ തിന്നലില്ല. ഞാൻ തിന്നണ ചോറിന്റെ കണക്കൊന്നും വെച്ച് പറയണ്ട. ഞാൻ പള്ള നാർന്നാലും തിന്നു. അങ്ങനെ കല്ലും എനിക്ക് പള്ളം നിറച്ച് ഫുഡ് തന്നു. ഇത് വെച്ചിട്ട് വേണം ഇനി വൈകുന്നേരം വരെ നിൽക്കാനായിട്ട്. അതിനിടയ്ക്ക് നമ്മളിതാ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഞാൻ എന്താണോ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അത് കണ്ണാടിയിൽ കണ്ട പോലത്തെ ഫീലായിരുന്നു എനിക്ക്. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എൻ്റെ മേക്കപ്പും മറ്റേറൊക്കെ. സോ അപ്പം എൻ്റെ ഫസ്റ്റ് ലുക്ക് കാണാൻ പോകുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. സോ അമ്മയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഭംഗിയുണ്ട് ആ ഒരു ലുക്കിനെന്നുള്ളത്. കാരണം അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്. സോ അമ്മക്ക് ഇഷ്ടമായി. സോ സംഭവം പാസ്റ്റ്. കൂടാതെ അമ്മ സ്വന്തം മോളെ കല്യാണ പെണ്ണായിട്ട് കണ്ട് നിൽക്കുന്ന ആ ക്യൂരിയോസിറ്റീൻ്റെ കൂടെ തന്നെ അമ്മ തന്നെ ഡിസൈൻ ചെയ്ത ആ ഒരു ഔട്ട്ഫിറ്റ് കാണാൻ സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ കല്ലു അപ്പോൾ എനിക്ക് ഈ ബൊക്കറ്റൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അവൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ബൊക്കറ്റായിരുന്നു. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫി ടീം വന്നു. കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് താഴേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി എൻ്റെ ഫാമിലീനെ കാണാനായിരുന്നു. ബിക്കോസ് ഇത്തവണ നമുക്കൊരു കളർ പാലറ്റ് ഉണ്ട്. സോ അപ്പോൾ എല്ലാവരെയും കാണാൻ ഞാൻ സോ എക്സൈറ്റഡ് ആണ്. എപ്പോഴത്തെയും പോലെ തന്നെ എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു.